9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമായ ദ്രവബലങ്ങളാണ്. ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ്. ജലം ശരീരത്തിൽ വീണപ്പോൾ കുട്ടി എന്തിനാണ് ഇത്രയ്ക്ക് ബഹളം വെച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. ജലം ശരീരത്തിൽ വീണാൽ വേദനിക്കുമോ? ജലത്തിന് ബലമുണ്ടോ? തുടർന്ന് കാണുക. ജലത്തിന് ബലം പ്രയോഗിക്കാൻ കഴിയുമോ? നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു ബക്കറ്റിൽ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഞാൻ 3 വസ്തുക്കൾ ഇടുന്നു. ഒരു പ്ലാസ്റ്റിക് ബോൾ, ബലൂൺ, ഒരു അടച്ച പ്ലാസ്റ്റിക് കുപ്പി. എന്ത് നിരീക്ഷിക്കുന്നു? ഈ വസ്തുക്കൾ ജലത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ടോ? പൊങ്ങിക്കിടക്കുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ വസ്തുക്കൾ ജലോപരിതലത്തിൽ തന്നെ പൊങ്ങിക്കിടക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. ഇനി ഞാൻ ഈ വസ്തുക്കളെ ഓരോന്നായി ജലത്തിനടിയിലേക്ക് താഴ്ത്തുന്നു. ഈ പ്ലാസ്റ്റിക് ബോൾ ഇനി ഈ ജലത്തിനുള്ളിലേക്ക് താഴ്ത്തി നോക്കാം. ജലത്തിനുള്ളിലേക്ക് താഴ്ത്തി വച്ചിരിക്കുന്നു. ഇനി നമുക്ക് ബോളിനെ വിടാം. എന്ത് സംഭവിക്കുന്നുവെന്ന് നിരീക്ഷിക്കൂ. വിട്ടപ്പോൾ ബോൾ മുകളിലേക്ക് ജലോപരിതലത്തിലേക്ക് ഉയർന്നു വന്നത് ശ്രദ്ധിച്ചില്ലേ? ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി നമുക്ക് ജലത്തിനുള്ളിലേക്ക് താഴ്ത്തി നോക്കാം. ഇപ്പോൾ താഴ്ന്നിരിക്കുന്നു. ഇനി ഇതിനെ വിട്ടു നോക്കാം. കുപ്പി മുകളിലേക്ക് ഉയർന്നു വരുന്നില്ലേ? ഇതുപോലെ ഈ ബലൂൺ ജലത്തിനുള്ളിലേക്ക് താഴ്ത്തി നോക്കാം. താഴ്ത്തുമ്പോൾ തന്നെ ഒരു ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കാം ബലൂണിനെ താഴ്ത്താൻ നമുക്ക് ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നത്? ഇനി ജലത്തിനടിയിലിരിക്കുന്ന ഈ ബലൂണിനെ നമുക്ക് വിട്ടുനോക്കാം. എന്ത് സംഭവിക്കുന്നുവെന്ന് നിരീക്ഷിക്കൂ. വിട്ടുനോക്കിയപ്പോൾ ബലൂൺ ജലോപരിതലത്തിലേക്ക് പൊങ്ങി വരുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ജലം ഈ വസ്തുക്കളിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കുപ്പിയും ബോളും ബലൂണുമെല്ലാം ജലോപരിതലത്തിലേക്ക് പൊങ്ങി വരുന്നത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടില്ലേ? വെള്ളം കോരുന്ന അവസരത്തിൽ ജലം നിറഞ്ഞ തൊട്ടി വെള്ളത്തിനുള്ളിലായിരിക്കുമ്പോൾ കോരാൻ എളുപ്പമല്ലേ? ഒരു വസ്തു ജലത്തിനുള്ളിലായിരിക്കുമ്പോൾ ആ വസ്തുവിന് വായുവിലുള്ളതിനേക്കാൾ ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. അതിന് കാരണം ജലം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ ജലം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി. മുങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും ജലം മുകളിലോട്ട് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഈ ബലത്തെ നമ്മൾ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നു. അപ്പോൾ വസ്തു ഭാഗികമായി മുങ്ങിയിരുന്നാലും
പൂർണ്ണമായി മുങ്ങിയിരുന്നാലും വസ്തുവിൽ ജലം ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ജലം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി. When an object is immersed partially or completely in a liquid, the liquid exerts an upward force. This force is called buoyancy. ഇവിടെ നമ്മൾ ജലം അതിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്നതായി കണ്ടു. അതുപോലെ ഏതൊരു ദ്രാവകത്തിനും മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ, ആ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ബലം പ്രയോഗിക്കാൻ കഴിയും. ദ്രാവകത്തിന് മാത്രമല്ല, വാതകങ്ങൾക്കും ഇതുപോലെ മുകളിലേക്ക് ബലം പ്രയോഗിക്കാൻ കഴിയും. ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ചേർത്ത് പൊതുവെ ദ്രവങ്ങൾ എന്നാണ് വിളിക്കാറ്, ഫ്ലൂയിഡ്സ്. അപ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ടുഗദർ കോൾഡ് ആസ് ഫ്ലൂയിഡ്സ്. അപ്പോൾ നമ്മൾ പ്ലവക്ഷമ ബലത്തിൻ്റെ നിർവചനം, ബോയൻസിയുടെ ഡെഫിനിഷൻ മുമ്പ് തന്നെ പറഞ്ഞതാണ്. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന, ആ വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. When an object is immersed partially or fully in a fluid, the fluid exerts an upward force. This force is called as buoyancy. അപ്പോൾ പ്ലവക്ഷമ ബലം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ്. അപ്പോൾ ഇത് ബലൂൺ, ഈ ബലൂൺ ഈ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ജലം, ഇവിടെ ദ്രവം എന്ന് പറയുന്നത് ജലമാണ്, ജലം മുകളിലോട്ടൊരു ബലം പ്രയോഗിക്കുന്നു. അങ്ങനെ മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ എനിക്ക് ഇതിനെ താഴോട്ട് കൊണ്ടുപോകാനായിട്ടൊരു ബലം പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട്. കാരണം പ്ലവക്ഷമ ബലത്തിനെതിരെ ബലം പ്രയോഗിച്ചാൽ മാത്രമേ ഇതിനെ താഴോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയൂ, ഈ ജലത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാനായി കഴിയൂ. അപ്പോൾ ഇവിടെ ഈ ബലൂൺ ജലത്തിൻ്റെ ഉപരിതലത്തിൽ വച്ചാൽ പൊങ്ങിക്കിടക്കും. കാരണം പ്ലവക്ഷമ ബലം മുകളിലോട്ട് പ്രയോഗിക്കുന്നു. ഈ ബലൂണിനൊരു ഭാരമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബലൂണിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ജലോപരിതലത്തിലിരിക്കുന്ന ഈ ബലൂണിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ കഴിയുമോ? ഒരു ബലം നമ്മൾ നേരത്തെ തന്നെ കണ്ടു, പ്ലവക്ഷമ ബലം, ദ്രാവകം മുകളിലോട്ട് പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം. പിന്നെ ഒരു ബലം കൂടിയില്ലേ? ഏത് ബലമായിരിക്കും അത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ബലൂണിനെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലത്തെയാണ് നമ്മൾ ഈ വസ്തുവിൻ്റെ ഭാരമെന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം താഴോട്ട് അനുഭവപ്പെടുന്നു, പ്ലവക്ഷമ ബലം മുകളിലോട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ഏതൊരു വസ്തുവിലും, ഈ ബലൂണായിക്കോട്ടെ, ബോളായിക്കോട്ടെ, ഈ ബോട്ടിലായിക്കോട്ടെ, ഏത് വസ്തു ഒരു ദ്രവത്തിലിരുന്നാലും ആ വസ്തുവിൽ രണ്ട് ബലങ്ങൾ അനുഭവപ്പെടും. ഒന്ന് മുകളിലോട്ട് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം എപ്പോഴും പ്രയോഗിക്കപ്പെടുന്നത് മുകളിലോട്ടാണ്. രണ്ടാമത്തേത് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അതായത് വസ്തുവിൻ്റെ ഭാരം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. When an object is immersed in a fluid, that object experiences two forces, buoyancy and weight of that body acting downwards. Weight of the body is acting downwards and buoyancy is acting upwards. ഇങ്ങനെ ഒരു ദ്രവത്തിൽ വച്ചിരിക്കുന്ന
വസ്തുവിൽ രണ്ട് ബലങ്ങൾ അനുഭവപ്പെടുന്നു. പ്ലവക്ഷമ ബലം മുകളിലോട്ടും വസ്തുവിൻ്റെ ഭാരം താഴോട്ടും. ഇവിടെ നമ്മൾ പ്ലവക്ഷമ ബലം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ദ്രവത്തിലായിരിക്കുമ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് രസകരമായിരിക്കില്ലേ, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാനൊരു സ്പ്രിംഗ് ബാലൻസ് എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വസ്തുക്കളുടെ ഭാരം അളക്കാൻ കഴിയും. അങ്ങനെ ഈ വസ്തുവിനെ അതിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ഭാരം നമുക്ക് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് അളക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, എന്താണ് ഒരു വസ്തുവിൻ്റെ ഭാരം? ഒരു വസ്തുവിൻ്റെ ഭാരമെന്ന് പറയുന്നത് ഭൂമി ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. അപ്പോൾ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആകർഷണ ബലമാണ്. ബലമളക്കുന്നതിനുള്ള യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും ബലമളക്കുന്നതിനുള്ള യൂണിറ്റ്? അപ്പോൾ ബലമളക്കുന്നതിനുള്ള യൂണിറ്റ് ന്യൂട്ടനാണ്. ഫോഴ്സ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം, അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റ്. അപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നത് ആകർഷണ ബലത്തിന് തുല്യമായിരിക്കും. ഭൂമി വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായിരിക്കും ആ വസ്തുവിൻ്റെ ഭാരം അല്ലെങ്കിൽ വെയ്റ്റ്. അപ്പോൾ ബലമളക്കുന്ന യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ബലമളക്കുന്നതിനുള്ള യൂണിറ്റ്? ഫോഴ്സ് അളക്കുന്നതിനുള്ള യൂണിറ്റ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ടു മെഷർ ഫോഴ്സ്? ഫോഴ്സ് ഈസ് മെഷേർഡ് ഇൻ ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ സ്പ്രിംഗ് ബാലൻസിൽ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഈ സ്പ്രിംഗ് ബാലൻസിൽ ന്യൂട്ടണിലും അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഭൂമി ഈ വസ്തുവിൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്ലോട്ടഡ് വെയ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ സ്പ്രിംഗ് ബാലൻസിലേക്ക് ഈ 100 ഗ്രാം ഭാരം തൂക്കിയിടാം. റീഡിങ് ശ്രദ്ധിച്ചല്ലോ. റീഡിങ് സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കണം. നമ്മൾ ഇപ്പോൾ വായുവിൽ വച്ചാണ്, ഇപ്പോൾ വായുവിലാണ് ഇരിക്കുന്നത്, ഇവിടെ എല്ലാം വായു ആണുള്ളത്. വായുവിൽ വച്ച് ഈ ഭാരം അളന്നു. ഭാരം അളന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇതാ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. 1 ന്യൂട്ടൺ ആണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, 1 ന്യൂട്ടൺ. റീഡിങ് കാണിച്ചിരിക്കുന്നത് കണ്ടോ, 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ വസ്തുവിൻ്റെ വായുവിലെ ഭാരം 1 ന്യൂട്ടൺ ആണ്. ഇനി നമുക്ക് ഇതേ വസ്തുവിനെ ഒരു ബക്കറ്റിലെ ജലത്തിലേക്ക് താഴ്ത്തി നോക്കാം. ബക്കറ്റിലെ ജലമെടുത്തു. ഈ ജലത്തിലേക്ക് ഞാൻ ഇതിനെ താഴ്ത്തി വയ്ക്കുകയാണ്. ബക്കറ്റിലെ ജലത്തിലേക്ക് താഴ്ത്തി വയ്ക്കുന്നു. കണ്ടോ? ഇപ്പോൾ റീഡിങ് പരിശോധിക്കൂ. നേരത്തെ വായുവിലായിരുന്നപ്പോൾ 1 ന്യൂട്ടൺ ആയിരുന്നു.
ഇപ്പോൾ ഇതിൻ്റെ ഭാരം 0.75 ന്യൂട്ടനാണ്. എത്രയാ വ്യത്യാസം? വായുവിൽ എത്രയായിരുന്നു ഭാരം? വായുവിൽ അളന്നപ്പോൾ എത്രയായിരുന്നു ഭാരം? വായുവിൽ അളന്നപ്പോൾ 1 ന്യൂട്ടൺ ഭാരമുണ്ടായിരുന്ന ഈ വസ്തുവിന് ജലത്തിൽ മുക്കി വച്ചപ്പോൾ ഇതിൻ്റെ ഭാരം 0.75 ന്യൂട്ടനായി കുറഞ്ഞിരിക്കുന്നു. The weight of the object decreases to 0.75 Newton when it is immersed in water. എന്തുകൊണ്ടായിരിക്കും ഭാരവ്യത്യാസം സംഭവിച്ചത്? വായുവിൽ അളന്നപ്പോൾ 1 ന്യൂട്ടൺ, ജലത്തിൽ മുക്കി വച്ചപ്പോൾ 0.75 ന്യൂട്ടൺ. അപ്പോൾ 0.25 ന്യൂട്ടൺ കുറഞ്ഞിരിക്കും. എന്തുകൊണ്ടായിരിക്കാം? കാരണം ജലത്തിൽ മുക്കി വച്ചപ്പോൾ ഈ വസ്തുവിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നു. പ്ലവക്ഷമ ബലത്തിൻ്റെ ദിശ എങ്ങോട്ടാണ്? നമ്മൾ പഠിച്ചു, പ്ലവക്ഷമ ബലത്തിൻ്റെ ദിശ എപ്പോഴും മുകളിലോട്ടായിരിക്കും. വസ്തുവിൻ്റെ ഭാരം അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ്? വസ്തുവിൻ്റെ ഭാരം അനുഭവപ്പെടുന്നത് താഴോട്ടാണ്. അപ്പോൾ ഇവിടെ വസ്തുവിൻ്റെ ഭാരം അനുഭവപ്പെടുന്നത് താഴോട്ട്, പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് മുകളിലോട്ട്. അതുകൊണ്ടാണ് 0.25 ന്യൂട്ടൺ ഭാരക്കുറവ് അനുഭവപ്പെട്ടത്. വസ്തുവിനെ വെള്ളത്തിൽ മുക്കി വച്ചപ്പോൾ 0.25 ന്യൂട്ടൻ്റെ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം ജലത്തിൽ മുക്കി വച്ചപ്പോൾ ഈ വസ്തുവിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജലം വസ്തുവിൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വസ്തുവിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം നമുക്ക് എങ്ങനെ കണ്ടെത്താം? വസ്തുവിൻ്റെ വായുവിലെ ഭാരം എത്രയായിരുന്നു? 1 ന്യൂട്ടൺ. നിങ്ങളെല്ലാവരും സയൻസ് ഡയറിയിൽ കുറിച്ചു വയ്ക്കണം. വസ്തുവിൻ്റെ വായുവിലെ ഭാരം 1 ന്യൂട്ടൺ. വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം 0.75 ന്യൂട്ടൺ. ഭാരവ്യത്യാസം എത്രയാണ്? ഭാരവ്യത്യാസം നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഭാരവ്യത്യാസം സമം വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം. ദാറ്റ് ഈസ് ഡിഫറൻസ് ഓഫ് വെയ്റ്റ് ഓർ വെയ്റ്റ് ലോസ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ഇൻ വാട്ടർ. ദ ഡിഫറൻസ് ഇൻ വെയ്റ്റ് ഈസ് ഈക്വൽ ടു ബോയൻസി. ഇവിടെ ഉണ്ടായ ഭാരവ്യത്യാസത്തിന് തുല്യമായിരിക്കും വസ്തുവിൽ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം. അപ്പോൾ ഇങ്ങനെ ഏതൊരു വസ്തുവിനും ഏതൊരു ദ്രവത്തിലായിരിക്കുമ്പോഴും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം പ്ലവക്ഷമ ബലം? പ്ലവക്ഷമ ബലം കണ്ടെത്തുന്നതിന് ആദ്യം വസ്തുവിൻ്റെ വായുവിലെ ഭാരം കണ്ടെത്തുക, പിന്നെ വസ്തു ദ്രവത്തിലായിരിക്കുമ്പോഴുള്ള ഭാരം കണ്ടെത്തുക. വസ്തുവിൻ്റെ വായുവിലെ ഭാരത്തിൻ്റെയും ദ്രവത്തിലായിരിക്കുമ്പോഴുള്ള ഭാരത്തിൻ്റെയും വ്യത്യാസമെടുത്താൽ നമുക്ക് വസ്തുവിൽ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കണം. ഇവിടെ ഈ ഭാരത്തിന്, ഈ വസ്തുവിന് ഈ വെള്ളത്തിൽ മുക്കി വച്ചപ്പോൾ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് 0.25 ന്യൂട്ടൺ ആണ്. എങ്ങനെയാണ് 0.25 ന്യൂട്ടൺ കിട്ടിയത്? ഇതിന് വായുവിലെ ഭാരം 1 ന്യൂട്ടൺ ആയിരുന്നു. ജലത്തിലായിരുന്നപ്പോൾ ഇതിന് 0.75 ന്യൂട്ടനേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരവ്യത്യാസം എന്ന് പറയുന്നത് 0.25 ന്യൂട്ടൺ ആയിരുന്നു. അപ്പോൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് 0.25 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരീക്ഷണത്തിൽ നിന്ന് കണ്ടു കഴിഞ്ഞത് വെയ്റ്റ് ലോസിന് ഈക്വൽ ആയിരിക്കും ബോയൻസി, ഭാരനഷ്ടത്തിന് തുല്യമായിരിക്കും പ്ലവക്ഷമ ബലം. അപ്പോൾ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഭാരനഷ്ടം കണ്ടുപിടിച്ചാൽ മതി, ലോസ് ഓഫ് വെയ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഫ്ലൂയിഡിലെ ലോസ് ഓഫ് വെയ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്ലൂയിഡിലെ ലോസ് ഓഫ് വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും പ്ലവക്ഷമ ബലം, അതായത് ബോയൻസി. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ദ്രവങ്ങൾക്ക് അതിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിന്മേൽ ബലം പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പഠിച്ചത്. ആ ബലത്തിന് പറയുന്ന പേരാണ് പ്ലവക്ഷമ ബലം, ബോയൻസി. ആ ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു അല്ലേ?
എങ്ങനെയാണ് നമുക്ക് ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പ്ലവക്ഷമ ബലം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്നും പഠിച്ചു. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം, നന്നായിട്ട് പരിശോധിക്കണം. അതിൽ കൂടുതൽ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പരിശീലിക്കാനായി അല്ലേ, പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്ലവക്ഷമ ബലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ 1-2 ചെറിയ പ്രവർത്തനങ്ങൾ കൂടി തരാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് എഴുതിയെടുത്തിട്ട്, അത് പ്ലവക്ഷമ ബലം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്, അത് ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത് നമ്മൾ കാണുന്ന അവസരത്തിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം 240 ന്യൂട്ടൺ, ജലത്തിലെ ഭാരം 190 ന്യൂട്ടൺ, 190 ന്യൂട്ടൺ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം എത്രയെന്ന് കണ്ടുപിടിക്കണം. ഒന്നുകൂടി പറയാം. വസ്തുവിൻ്റെ വായുവിലെ ഭാരം 240 ന്യൂട്ടൺ ആയിരുന്നു, ജലത്തിലെ ഭാരം 190 ന്യൂട്ടനേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ വസ്തുവിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം, അല്ലെങ്കിൽ ആ ജലം വസ്തുവിൽ പ്രയോഗിച്ച പ്ലവക്ഷമ ബലം എത്രയെന്ന് കണ്ടെത്തണം. അടുത്തൊരു ചോദ്യം കൂടി. ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം 150 ന്യൂട്ടൺ, ആ വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം 30 ന്യൂട്ടൺ. അങ്ങനെയെങ്കിൽ ആ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം എത്രയായിരിക്കും? ഒരു ചോദ്യം കൂടി. ഒരു വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം 100 ന്യൂട്ടൺ, ആ വസ്തുവിൽ ജലം 20 ന്യൂട്ടൺ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ വായുവിലെ ഭാരം എത്രയായിരിക്കും? ഒരു പ്രാവശ്യം കൂടി പറയാം. ഒരു വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം 100 ന്യൂട്ടൺ, ജലം ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം 20 ന്യൂട്ടൺ. അങ്ങനെയെങ്കിൽ ആ വസ്തുവിൻ്റെ വായുവിലെ ഭാരം എത്രയായിരിക്കും? ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ അധ്യായത്തിലെ തുടർന്നുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യാം.